ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു മാരുതി സ്വിഫ്റ്റിൻ്റെ താക്കോലാണ്. ഈ താക്കോല് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്നത്. ഞാനിത് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഗമ്മിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പീസാണ് നമ്മൾ കണ്ടത്. 2-3 പീസായിട്ട് പോലും അവർ ഗമ്മിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും ഞാൻ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിപ്പ് കാണുന്നുണ്ടായില്ല. ചിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാണ്ടിരുന്നത്. അതേപോലെ തന്നെ ബ്ലേഡും അതിൻ്റെ കേസും തമ്മിൽ ഒരു ബന്ധമില്ലാത്തോണം പശയിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനത് ഫുള്ള് അഴിച്ചു നോക്കുമ്പോൾ ചിപ്പില്ലാത്തതുകൊണ്ട് ഒരു പുതിയ ചിപ്പ് എടുത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തു. ഈ കാണുന്നതാണ് ചിപ്പ്. ഈ ചിപ്പ് ചെറിയ ഒരു പീസായിരിക്കും, ഇത് ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കവർ പൊട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക. അല്ലാതെ ഒട്ടിച്ചു വെച്ച് ഉപയോഗിച്ചാൽ ഈ ചിപ്പൊക്കെ ഇതുപോലെ നഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ഒരു പുതിയ ഷെല്ലെടുത്തു. നമ്മളത് പുതിയ താക്കോലിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു. റിമോട്ടിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നില്ല, റിമോട്ടിൻ്റെ ബാറ്ററിയൊക്കെ ആഡ് ചെയ്തു. ഇപ്പോൾ താക്കോലിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പുതിയ താക്കോലായി. അങ്ങനെ താക്കോലിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നതാണ് ഇപ്പോൾ പഴയ ബ്ലേഡ്, അതുപോലെ തന്നെ പഴയ പീസുകളെല്ലാം അതിൻ്റെ ഒടിഞ്ഞു പോയ പീസുകളാണ് കാണുന്നത്. അങ്ങനെ പിന്നെ കസ്റ്റമർക്ക് എന്തായാലും വളരെ ഹാപ്പിയായി. ഒരു പുതിയ താക്കോല് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കീ ചെയിനൊക്കെ ഇട്ട് കൊടുത്തു. കസ്റ്റമർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയാണ്.